കോളേജുകളുടെ എണ്ണം തന്നെ നോക്കുവാണെങ്കിൽ മൊത്തം ഓസ്ട്രേലിയയിലായിട്ട് 9 ഫാർമസി കോളേജുകളെ ഉള്ളൂ, 9 ഫാർമസി കോളേജസ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നവരുടെ എണ്ണവും അത്രത്തോളം കുറവായിരിക്കും. കാരണം വാസ്റ്റ് ആയിട്ട് അത്രയും വേറെ കോഴ്സുകളും കിടക്കുന്നില്ല. ഇന്ത്യയെക്കാളും പോപ്പുലേഷൻ കുറവായിട്ടുള്ള ഒരു കൺട്രി കൂടെയാണ്. ഓക്കെ, ബട്ട് അവരുടെ ലാൻഡ് ഏരിയയുടെ ബേസിസിൽ, അവരുടെ പോപ്പുലേഷന്റെ ബേസിസിൽ ഗവൺമെന്റ് നോംസ് പ്രകാരം ഇത്രത്തോളം ഫാർമസിസ്റ്റുകൾ അവിടെ ജോലി ചെയ്യാൻ വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവിടെ ഉള്ളവർക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് they are welcoming internationally qualified professionals to work in their nation. അപ്പൊ ഇന്റർനാഷണലി ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ നമ്മളും അതിൽ ഇൻക്ലൂഡഡ് ആവുന്നവരാണ്. ഓക്കെ, ബട്ട് ഈ ഒരു കൺട്രിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഏതൊരു കൺട്രി ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഏത് പുറത്തെ ഒരു രാജ്യത്ത് നിന്നും എടുത്തിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതുപോലെ ഡിഗ്രി പോലത്തെ കാര്യങ്ങൾക്ക് സിമിലർ വെയിറ്റേജ് അല്ലെങ്കിൽ സെയിം വെയിറ്റേജ് ആണ് കൊടുക്കുന്നത് ഇന്റർനാഷണലി ക്വാളിഫൈഡ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് ഇക്വലന്റ് ആക്കുക, അവരുടെ നാട്ടിൽ അപ്രൂവ് ആവുന്ന രീതിയിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു ഇക്വലൻസി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് ജോലി ചെയ്യുന്നത് പോലെ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ് വി ഹാവ് ഹിയർ ഓസ്ട്രേലിയ. സോ വൈ നോട്ട് ന്യൂസിലൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡ് റിക്വയേഴ്സ് ലിറ്റിൽ ബിറ്റ് എക്സ്പീരിയൻസ്. ഇനി വരുന്ന സ്ലൈഡുകളിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. സോ അക്കാഡമിക്കലി, so I am a part of academically. എന്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ am taking care of the academic and enterprise relationships of Kerala region completely. Okay, what I do, ഞാൻ ഇതുപോലെ കോളേജുകളിൽ അവയർനെസ് കൊടുക്കും. കാരണം I am pretty much sure that നിങ്ങളിലുള്ള പലർക്കും ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ലെസ് ഐഡിയ അല്ലെങ്കിൽ നോ ഐഡിയ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോ to give you an idea, because nobody cares to give you such an idea, is what we intend to do, because the company has been formed because of a vision of a particular person named Dr. Akram Ahmad. So sir, ഇപ്പൊ നിങ്ങളെ പോലെ ഒരാൾ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഡിപ്ലോമ ചെയ്തു, പിന്നെ ഡിഗ്രി ചെയ്തു, പിന്നെ pharmd ചെയ്തു. ആഫ്റ്റർ a lot of years hard work and effort, sir യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ നിന്ന് സാറിന്റെ PhD കംപ്ലീറ്റ് ചെയ്ത ഒരു ഫാർമസി പ്രൊഫസർ ആണ് ഡോക്ടർ അക്രം അഹമ്മദ്. ഓക്കെ, അപ്പൊ സാർ ഫൗണ്ട് ചെയ്ത ഒരു കമ്പനിയാണ് അക്കാഡമിക്കലി എന്ന് പറയുന്നത്. സോ സിൻസ് എ ടീച്ചർ ഹാവ് ഫൗണ്ടഡ് ദ കമ്പനി, we help in the training process mainly. So we are specialized in the ട്രെയിനിങ് പ്രോസസ്. ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്തിനാണ് ട്രെയിനിങ് വരുന്നത്? എബ്രോഡ് ലൈസൻസ് എക്സാമിനേഷൻ. ഇപ്പൊ ഏതൊക്കെ കൺട്രീസിൽ ഏതൊക്കെ എക്സാമിനേഷൻ വരുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സപ്പോർട്ടും ആണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദി സിനാരിയോ ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ കാര്യം വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഓസ്ട്രേലിയയിലാണ്, സിഡ്നിയിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത്. ഡോക്ടർ അക്രം ഇസ് ബേസ്ഡ് ഔട്ട് ഇൻ സിഡ്നി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ പ്രോസസ്സിൽ കംപ്ലീറ്റ് സപ്പോർട്ട് നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് ക്യാപ്സിന്റെ പരീക്ഷ നോക്കുവാണെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തൊട്ട് വിസ പ്രോസസിംഗ് വരെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. ആ എൻറ്റയർ പ്രോസസ്സിലും ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. Clearly, so this is a bit about academically. This is about Dr. Akram Ahmad, right? Over 10 years of teaching experience, right? Universities in Australia, Malaysia, and India. He has got a vast experience in teaching and also in research, right? So, sir, I am founded academically. So, we are a part of academically. So, ഞങ്ങൾക്ക് രണ്ട് services ഉണ്ട് main ആയിട്ട്. One is called the study abroad, right? Second is called the registration and migration to Australia. Okay. For pharmacy graduates or healthcare professionals, we never suggest study abroad program. Reason is pretty much simple. രണ്ടിന്റെ തമ്മിലുള്ള എക്സ്പെൻസിനുള്ള വ്യത്യാസമാണ്. ഓക്കെ, രണ്ട് പ്രോഗ്രാം അല്ലെങ്കിൽ രണ്ട് പാത്വേ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും വരുന്ന ചെലവെന്ന് പറയുന്നത് വെരി 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 ഡിഫറെന്റ് ആണ്. സോ ഫോർ എ സ്റ്റഡി അബ്രോഡ് the price is comparatively very high being an international student. ഇപ്പൊ നിങ്ങൾ പലയിടത്തും നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് നോക്കിയാൽ മതി. പല കൺട്രീസ് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, നമുക്കിപ്പോ if you go to a snacks shop, ഒരു ബേക്കറിയിൽ പോയിട്ട് എന്തൊക്കെ കഴിക്കാനുണ്ട് നോക്കുന്നത് പോലെയാണ് സ്റ്റഡി അബ്രോഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഏജൻസീസ് നിങ്ങൾക്ക് പറയുന്ന മാൾട്ട വേണോ, അല്ലെങ്കിൽ പണ്ടായിരുന്നെങ്കിൽ ചൈനയൊക്കെ ആയിരുന്നു, ഇപ്പൊ മാൾട്ട വേണോ, അല്ലെങ്കിൽ അയർലൻഡ് വേണോ, കാനഡ വേണോ, UK വേണോ. So these kind of options you get, and also Australia എന്ന് അവർ പറയും. ബട്ട് ഇവിടെ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ സ്റ്റഡി അബ്രോഡ് the cost is very 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 high. So very 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 high എന്ന് പറയുമ്പോഴത്തേക്കും അഫോർഡബിലിറ്റി ഫാക്ടർ ഒരു കൺസിഡറേഷൻ ആണ്. സോ
So that's why we never suggest the study abroad path. Right? വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റഡി അബ്രോഡിന് നിങ്ങൾക്ക് 30 ലക്ഷം ചെലവാകുമെങ്കിൽ ഈ ഫാർമസിസ്റ്റിന്റെ പാത്വേ അല്ലെങ്കിൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാനായിട്ട് നിങ്ങൾക്ക് 7 ലക്ഷം രൂപ പോലും ആവത്തില്ല. ഓൾമോസ്റ്റ് 5 ഇരട്ടിയാണ് ഒരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Great. So that's why. So we have two kind of options. One is the study abroad and one is called the migration pathway. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് we will be talking about the pharmacist migration pathway. നിങ്ങൾക്ക് ഒരു ജോബ് എങ്ങനെ ഡയറക്ട്ലി ആഫ്റ്റർ യുവർ ഡിഗ്രി നിങ്ങൾക്ക് ഒരു ജോബ് എങ്ങനെ ആവാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ നമ്മൾ റീറ്റെയിൽ ഫാർമസിസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കും, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കും, ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കും, ഫാർമസി ടെക്നീഷ്യനെ പറ്റിയിട്ട് സംസാരിക്കും. സോ ഓസ്ട്രേലിയയിലെ സിനാരിയോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസി വരുന്ന രണ്ടെണ്ണമാണ് റീറ്റെയിൽ ഫാർമസിസ്റ്റും ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റും. ഈ രണ്ട് പൊസിഷനിൽ നമുക്ക് ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ജോലി കിട്ടാനും ഏറ്റവും ബെറ്റർ ഒരു പാക്കേജ് കിട്ടാനും പോസിബിലിറ്റി ഉള്ള രണ്ട് ജോബ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഫാർമസിസ്റ്റും ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റും ആണ്. മറ്റ് രണ്ട് ജോബുകൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റെപ്പ് ഇതിൽ കൂടുതലാണ്, ജോലി ഇതിൽ കൂടുതലാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇതിൽ കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു റീറ്റെയിൽ ഫാർമസിസ്റ്റ് ആവാനോ ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആവാനോ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് റീറ്റെയിൽ ഫാർമസിസ്റ്റോ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റോ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഓസ്ട്രേലിയയിലെ ഇൻഡസ്ട്രികൾ വളരെ കുറവാണ്. ഇപ്പൊ മെജോറിറ്റി നമ്മൾ ഒരുപാട് ബിഫാം കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇന്ത്യയിലാണ് വലിയ മാനുഫാക്ചറിങ് നടക്കുന്നത്, അത് കഴിഞ്ഞ് ചൈനയിൽ നടക്കുന്നുണ്ട്. ബട്ട് ഓസ്ട്രേലിയയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വളരെ കുറവാണ്. അവർ പുറത്തെ കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ആണ് ചെയ്യുന്ന മെഡിസിൻസ് കൂടുതലും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് ജോബ് ഇസ് വെരി ലെസ്. അതുപോലെ തന്നെ ഫാർമസി ടെക്നീഷ്യൻ ജോബും ഇറ്റ് ഇസ് വെരി ലെസ്. ഫാർമസി ടെക്നീഷ്യൻ യൂഷ്വലി ഈസ് ആൻ ഒരു അസിസ്റ്റന്റ് ടു എ ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യുക, അങ്ങനെ ജസ്റ്റ് നമ്മുടെ ഒരു ഹെൽപ്പർ ജോബ് പോലെയാണ് ഫാർമസി ടെക്നീഷ്യൻ വരുന്നത്. ഒരു ഫാർമസി ടെക്നീഷ്യൻ ആവാൻ നിങ്ങൾക്ക് ഒരു ബി ഫാമിന്റെ ഡിഗ്രി ആവശ്യം പോലും ഇല്ല. ഒരു ബാച്ചിലർ ഇൻ ഫാർമസി ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രാജുവേഷൻ ആവണമെന്ന് പോലും നിർബന്ധമില്ല. അവിടെ 12th പാസ് ആയവർ ചെയ്യുന്ന ജോബാണ് ഫാർമസി ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ജോലികൾക്കും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഇതുപോലെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇസ് മാൻഡേറ്ററി എനിവേ സിൻസ് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻ. ക്യാപ്സിന്റെ എക്സാമിനേഷൻ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ക്യാപ്സ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇതിലൊന്നിലും എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ, റൈറ്റ്? So this is what the ultimate intent over here. So the correct number of opportunities that can help you land it in the best possible way ഇതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. സോ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇൻ ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡ് ആവാനായിട്ട് നമുക്കുള്ള റിക്വയർമെന്റ്സ് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്കിൽ അസസ്മെന്റ്, നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. We will be doing that for you on behalf of you, right? Skill assessmentum അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷനിലൊക്കെ room for error is 0. Okay, so we will be helping you with filing your skill assessment, after which comes your KAPS examination. KAPS എന്ന് പറയുന്നത് നോളജ് അസസ്മെന്റ് ഫോർ ഫാർമസി സയൻസ് എന്നാണ് എക്സാമിനേഷന്റെ ഫുൾ ഫോം വരുന്നത്. KAPS എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ടെസ്റ്റും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ you can fly down to Australia after taking your visa. But for the case of ന്യൂസിലാൻഡിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. You need a required experience to travel to or fly down to New Zealand to work there in New Zealand. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. മിനിമം 1 year or 2 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ന്യൂസിലാൻഡിലോട്ട് പോകാനായിട്ട് വേണം. ആൻഡ് ഓൾസോ ക്യാപ്സിന്റെ എക്സാമിനേഷൻ ഫോർ ഓസ്ട്രേലിയൻ പ്രോസസ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. എക്സാമിനേഷൻ അറ്റംപ്റ്റ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ബട്ട് ഫോർ ന്യൂസിലാൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 attempts മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ. 2 attemptൽ നമ്മൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ then you won't be able to follow that process. This is one simple reason. Moreover that നമ്മൾ ഏത് രാജ്യം ചൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു ജോലിക്കാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ പഠിക്കാൻ പോകുന്നവർ മെയിൻ ആയിട്ട് അവിടെ ജോലി ചെയ്യാമെന്നും പറഞ്ഞാണ് പോകുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ ഒട്ടും പഠിക്കാത്തവരാണ് പലരും കയറി ഇന്ന് പുറത്തെ കൺട്രീസിലോട്ട് പഠിക്കാനെന്നും പറഞ്ഞു പോകുന്നത്. ഓൺലി റീസൺ എന്ന് പറഞ്ഞാല് ജോലി ഒരു പുറത്തെ കൺട്രിയില് പേയ്മെന്റ് ഡോളറിലായിരിക്കും അല്ലെങ്കിൽ പൗണ്ടിലായിരിക്കും എന്നുള്ള റീസൺ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ചെയ്യുന്ന ജോലി എന്താണോ അതനുസരിച്ച് ഈ രാജ്യങ്ങളിൽ പേയ്മെന്റിന്റെ വ്യത്യാസവും വരും. ഒന്ന്, പിന്നെ നമ്മൾ ഏതൊരു രാജ്യം ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് അവിടെ എത്രത്തോളം ജോബ് വേക്കൻസികൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം നോക്കേണ്ടത്.
അപ്പൊ നമ്മൾ അങ്ങനെ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. അവിടുത്തെ വേ ഓഫ് ലിവിങ് എന്താണെന്ന് നോക്കുക. നമുക്ക് എങ്ങനെയാണ് അവർ വിസ തരുന്നത് നോക്കുക. എന്താണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ എടുത്തതിന് ശേഷമുള്ള പ്രോസസ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓസ്ട്രേലിയ ഈസ് ഓൾവേസ് സംതിങ് ദാറ്റ് യു ക്യാൻ കൺസിഡർ നൗ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് അവിടത്തേക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി PR വിസ കിട്ടുന്നുണ്ടാവും. പെർമനന്റ് റെസിഡന്റ് ജോലി. ഇപ്പോ ദുബായിലേക്ക് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ കമ്പനി നമുക്ക് വിസ തരണ്ടേ, സ്പോൺസർ ചെയ്ത വിസ കിട്ടണ്ടേ, എങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പലരും വിസിറ്റ് വിസയൊക്കെ എടുത്തിട്ടല്ലേ പോയിട്ട് അവിടെ ജോലി തപ്പുന്നത്. ഇവിടെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഡയറക്ട്ലി നിങ്ങൾ അവിടെ ഒരു ലോക്കലായിട്ട് ആവും. നിങ്ങൾക്ക് PR വിസ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോക്കലായിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടോട്ട് പോവാനും അവിടെ ജോലി ചെയ്യാനും പറ്റും. കറന്റ് ബേസിസിൽ 5000 ജോബ് പോസ്റ്റിംഗ് അവരുടെ ജോബ് പോസ്റ്റിംഗ് സൈറ്റുകളിൽ ഓസ്ട്രേലിയയിൽ വരുന്നുണ്ട്. ഈ 5000 പോസ്റ്റിംഗിൽ ഒരു ജോലി മാത്രം ആയിരിക്കത്തില്ല, ചിലതിലൊക്കെ 2 or 3 വേക്കൻസികൾ കാണും. അപ്പൊ അറൌണ്ട് ഒരു 10,000 അടുപ്പിച്ചുള്ള ജോബ് വേക്കൻസികൾ ഇപ്പോ കറന്റ്ലി ആ ഒരു രാജ്യത്തുണ്ട്. എല്ലാ വർഷവും മിനിമം ഒരു 1000 ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ് അവിടെ വരുന്നുണ്ടാവും. എല്ലാ വർഷവും ന്യൂ റിക്വയർമെന്റ് ഹോസ്പിറ്റൽ, റീറ്റെയിൽ ഫാർമസി. ക്ലിയർ അല്ലേ? ഇത്രയും വലിയൊരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇന്ത്യയെക്കാളും വലിയൊരു രാജ്യമാണ്. ബട്ട് പോപ്പുലേഷനും അവിടുത്തെ യൂണിവേഴ്സിറ്റികളും എല്ലാം വളരെ കുറവാണ്. സോ ഇതാണ് റീസൺസ് വൈ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയെ പറ്റി സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാനുള്ള റീസൺസ് എന്ന് പറഞ്ഞത്. ഗ്രേറ്റ്. സോ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് ഉണ്ടാവും. സ്കിൽ അസസ്മെന്റിൽ നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ ഡിഗ്രിയുടെ ട്രാൻസ്ക്രിപ്റ്റ്, രജിസ്ട്രേഷൻ, ഇവിടുത്തെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ രജിസ്ട്രേഷൻ, പാസ്പോർട്ട്, നാഷണൽ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് യുവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഈ 7 എണ്ണമാണ്. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് എന്ന് പറഞ്ഞു വരുന്നത് $1310 ഓസ്ട്രേലിയൻ ആണ്. നിങ്ങൾ ഗവൺമെന്റിന് ഡയറക്ട്ലി പേ ചെയ്യേണ്ട ഫീസാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ KAPS എക്സാമിനേഷൻ വരുന്നത്. നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് എന്നാണ് എക്സാമിനേഷന് പറയുന്നത്. ഒരു ദിവസം തന്നെ 2 പേപ്പറോളം വരുന്ന എക്സാമിനേഷൻ ആണ്. ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ഏതൊക്കെ ടോപ്പിക്കാണ് അതിന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പരീക്ഷ ഫീ എന്ന് പറഞ്ഞു വരുന്നത് $2230 ഓസ്ട്രേലിയൻ ആണ്. ഓക്കെ. സോ KAPS എക്സാമിനേഷന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. 4 ഡൊമൈൻ കാണും. ഫാർമസ്യൂട്ടിക് തെറാപ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി ആൻഡ് ഫിസിയോളജി. ഈ 4 ഡൊമൈൻ ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, 2 പേപ്പർ കാണും ഒരു ദിവസം. ഇടയിൽ ഒരു ബ്രേക്ക് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ പേപ്പർ 1 ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, പാത്തോഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി. പേപ്പർ 2 ഫാർമസ്യൂട്ടിക്സ് ആൻഡ് തെറാപ്യൂട്ടിക്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ കോമയ്ക്ക് മുമ്പുള്ളത് 30%, കോമയ്ക്ക് ശേഷമുള്ളത് 70% ആയിരിക്കും വെയിറ്റേജ്. സെയിം വേ ഫാർമസ്യൂട്ടിക്സ് 30%, തെറാപ്യൂട്ടിക്സ് 70% ആയിരിക്കും വെയിറ്റേജ്. എങ്ങനെ വന്നു കഴിഞ്ഞാലും എൻട്രൻസ് പരീക്ഷ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. പാസ് ആവാനായിട്ട് നിങ്ങൾക്ക് 50% മാർക്ക് മേടിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. തെറ്റുത്തരം വന്നു കഴിഞ്ഞാൽ മാർക്കും പോകത്തില്ല. 50% നിങ്ങൾക്ക് പാസ് മാർക്ക് ഇവിടെ വരുന്നത്. സോ ഈ ഒരു റീസൺ കൊണ്ട് ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ KAPS കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് കാനഡയിലെ PBC എക്സാമിനേഷൻ ആണ്. ആ PBC എക്സാമിനേഷന് പോലും നമുക്ക് 60% മാർക്ക് വേണമെന്നുള്ളതാണ് ഒരു ക്രൈറ്റീരിയ വരുന്നത്. ദിസ് ഇസ് ദ സെക്കൻഡ് റീസൺ, റൈറ്റ്? ഗ്രേറ്റ്. നിങ്ങൾ പരീക്ഷ എഴുതി ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ KAPS എക്സാമിന്റെ റിസൾട്ട് വരും. നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ APC സ്കിൽ അസസ്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഈ സ്കിൽ അസസ്മെന്റ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. ഓക്കെ. വിസ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇത്രയും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാവും. ഡൽഹി, നോയിഡ, ഗുഡ്ഗാവ്, പൂനെ, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ. ഇത്രയും സെന്ററുകളിൽ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി എക്സാമിനേഷൻ എഴുതാം. ഓക്കെ. ആൻഡ് 3 മാസങ്ങളിലായിട്ടാണ് ഒരു വർഷത്തിൽ KAPSന്റെ എക്സാമിനേഷൻ നടക്കുക. മാർച്ച്, ജൂലൈ ആൻഡ് നവംബർ. ഓക്കെ. എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ ഐഡിയലി ഒരു കാൻഡിഡേറ്റിന് വേണ്ടി വരുന്ന ടൈം അറൌണ്ട് 3 to 4 months ആണ്. സോ ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ വി വിൽ ബി പ്രൊവൈഡിങ് 3 മാസത്തെ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് 1 മാസത്തെ നിങ്ങളുടെ റിഫ്രഷിംഗ് ആൻഡ് പ്രാക്ടീസ് സെഷൻ.
Okay, and we also provide an unlimited support. കാരണം ഈ പരീക്ഷ ഫീസ് ഒക്കെ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ $2230 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്ന 1,30,000 രൂപ അറൗണ്ട് വരുന്നുണ്ട്. 1,30,000 അടുപ്പിച്ച് നമുക്ക് ഫീസ് വരുന്നുണ്ട്. പരീക്ഷ എഴുതി ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാൻ അഗൈൻ ഇത്രയും പൈസ കൊടുത്താലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ടേക്ക് ദി എക്സാമിനേഷൻ ഓൺലി വെൻ യു ആർ റെഡി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതിൽ ഒരു രീതിയിലുള്ള നഷ്ടവും ഇല്ല. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ആയിട്ട് എക്സാമിനേഷൻ എഴുതുക. ഇതെല്ലാം ഓക്കെ ആണ്. 50% മതി, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, എല്ലാം. ബട്ട് പ്രോപ്പർ പ്രിപ്പറേഷൻ ഇസ് റിക്വയർഡ് ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ ഇന്റർനാഷണൽ കൗൺസിൽ എക്സാമിനേഷൻ. നമ്മൾ ഇവിടെ കണ്ടതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വ്യത്യാസമായിട്ടായിരിക്കും വരുന്നത്. ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതുകൊണ്ട് റൈറ്റ് എമൗണ്ട് ഓഫ് ലേണിംഗ് ഇസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ക്ലിയറിംഗ് ദിസ് എക്സാമിനേഷൻ. ഓക്കെ, so this is what our results are. Pharmaceutic എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണിത്. 90% or more than 90% of students pass this examination in the first attempt. സോ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നത് മാത്രമായിരിക്കും റിസൾട്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എല്ലാവർക്കും അനൗൺസ് ചെയ്യുന്നതും ഒക്കെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ബേസിസിലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് റെഡി ആവുമ്പോൾ മാത്രം പരീക്ഷ എഴുതിയാൽ മതി. നിങ്ങൾ ഫീസ് ഒരു പ്രാവശ്യം അടയ്ക്കും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണോ നിങ്ങൾ എക്സാമിനേഷന് റെഡി ആവുന്നത് ആ ടൈമിൽ നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ, വിത്ത് എ സിംഗിൾ ടൈം പേയ്മെന്റ് ഓഫ് ദി കോഴ്സ്. ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ റിക്വയർമെന്റ് നമുക്ക് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത് IELTS, OET, PT ഈ 3 എക്സാമിനേഷൻ ആണ് കറന്റ്ലി അവിടെ വാലിഡ് ആയിട്ടുള്ളത്. ടോഫൽ ഇപ്പോൾ വാലിഡ് അല്ല. ടോഫൽ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇപ്പോൾ അവിടെ വാലിഡ് അല്ല. കറന്റ്ലി ഈ 3 എക്സാമിനേഷൻ ആണ് അവിടെ വാലിഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? PTE, അതുപോലെ തന്നെ OET, IELTS. ഇപ്പൊ IELTS ആണെന്നുണ്ടെങ്കിൽ 7 ഇൻഡിവിജ്വൽ ബാൻഡ് ആണ് നമുക്ക് വേണ്ടത്. ഹൗസ് ഇറ്റ് ലൈക്ക് LSRW ആക്ടിവിറ്റി അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്ന ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. സോ ഈ LSRWല് ഓരോ മൊഡ്യൂളിലും നമുക്ക് 7 വീതം വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IELTS ഓക്കെ. OET എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം സ്കോർ B അല്ലെങ്കിൽ 350 ഇൻ ഈച്ച് ഓഫ് ദി 4 കോമ്പോണൻസ് നമുക്ക് റിക്വയർഡ് ആണ്. PTE എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം സ്കോർ ഓഫ് ഓവറോൾ സ്കോർ മിനിമം നമുക്ക് 65 വേണം. മിനിമം സ്കോർ ഇൻ ഈച്ച് മോഡ്യൂള് 65 വീതം നമുക്ക് വേണം PTE എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ. ഇതാണ് ഇംഗ്ലീഷ് റിക്വയർമെന്റ്. ഇത്രയേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങളുടെ വിസ ആപ്ലിക്കേഷന് ഫയൽ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ ഫാർമസി ടെക്നീഷ്യൻ, ഇതിന് രണ്ടിനും ഫാർമസി എക്സാം അല്ലെങ്കിൽ നമ്മുടെ KAPS എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാൻ കുറവായിരിക്കാം. അതിനേക്കാൾ ഉപരി നിങ്ങളൊരു ഫാർമസിസ്റ്റ് ആയിട്ട് അറിയപ്പെടുക നിങ്ങളുടെ കയ്യിൽ ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവുന്നത്. അതേപോലെ തന്നെ പുറത്തൊരു കൺട്രിയിൽ പോയി ഒരു ഫാർമസിസ്റ്റ് ആണെന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പാഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം വർക്ക് ചെയ്യാം ആസ് എ റീറ്റെയിൽ ഓർ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. എന്നിട്ട് നിങ്ങളുടെ അതർ ഓപ്പർച്യൂണിറ്റീസിനെ നോക്കാവുന്നതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. 2 കാറ്റഗറി കാണുന്നുണ്ടല്ലോ, 190, 491. ഇത് രണ്ടും PR വിസാസ് ആണ്. പിന്നെ നമുക്ക് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതർ വിസാസും വരുന്നുണ്ട്, ട്രെയിനിങ് വിസാസും നമുക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണോ വിസ എലിജിബിലിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫോം ആണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിസ നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 45 ദിവസം തൊട്ട് 3 മാസത്തിനുള്ളിൽ വിസ കിട്ടുന്നവരാണ് കൂടുതലുള്ളത്. മാക്സിമം ഒരു 3 മാസം 3.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഫസ്റ്റ് നിങ്ങൾ KAPSും ഇംഗ്ലീഷും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് 2 ടൈപ്പ് എക്സാമിനേഷൻ വരും എപ്പോഴും. ഒന്നെന്ന് പറയുന്നത് സബ്ജക്റ്റീവ്, പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എക്സാം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എഴുതും, വിച്ച് ഇസ് യുവർ KAPS എക്സാമിനേഷൻ. ആഫ്റ്റർ വിച്ച് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ഫാർമസിസ്റ്റ് എങ്ങനെയാണ് ആ കൺട്രിയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിൽ ആസ് എൻ ഇന്റേൺ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും.
ഇവിടത്തെ പോലെ ലെസ് സ്റ്റൈഫൻഡ് ഓർ നോ സ്റ്റൈഫൻഡ് ബേസിസിലല്ല, യു വിൽ ബി ഗെറ്റിംഗ് സാലറി ഓൾസോ. എത്രയാണ് മന്ത്ലി ബേസിസിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? ഇത്രയാണ്. 3.5 തൊട്ട് 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് സാലറി കിട്ടുന്നുണ്ടാവും. ക്ലിയർ റൈറ്റ്? സോ 12 മന്ത്സിന്റെ ഇന്റേൺഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. റൈറ്റ്? നിങ്ങൾ ഹൗ ഡു വർക്ക് ഡ്യൂറിങ് യുവർ ഇന്റേൺഷിപ്പ് ടൈം, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മെഡിസിൻ കൊടുക്കുന്നത്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്? ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിനേഷൻ വരുന്നത്, വിച്ച് ഇസ് മോർ ഈസിയർ ടു ക്ലിയർ. സോ നിങ്ങൾ ക്യാപ്സ് ഇംഗ്ലീഷും എഴുതി അവിടെ എത്തി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റീവ് എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. കാരണം ഓൾറെഡി ഗവൺമെന്റ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? കൈൻഡ് ഓഫ് ആൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിനേഷൻ വരിക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഫുൾ ടൈം രജിസ്ട്രേഷൻ കിട്ടും ആസ് എ ഫാർമസിസ്റ്റ്. ഫുൾ ടൈം രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ഫാർമസിസ്റ്റ് ആയിരിക്കും അവിടെ. So you can even start your own medical store there. There won't be any issue. Already നമുക്ക് 5 വർഷത്തേക്ക് PR വിസ അവിടെയും തരുന്നുണ്ട്. മനസ്സിലാവും? വന്ന് താമസിച്ചോളാൻ പറയുവാണ്. പെർമനന്റ് ആയിട്ട് അവിടെ വന്ന് താമസിച്ചോളാനായിട്ട് ഗവൺമെന്റ് നമുക്ക് പെർമിഷൻ തരുവാണ്. അതിനുശേഷമാണ് നമ്മൾ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. ജോലി കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് എൻ ഐഡിയ. എനിക്ക് നിങ്ങൾക്ക് ഇത്രയും ഐഡിയ തരണമെന്നായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, നൗ ഐ വാണ്ട് യു പീപ്പിൾ ടു ആസ്ക് ഡൗട്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കുക. ഓക്കെ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്റെ അടുത്ത് ചോദിക്കാം. ഐ വിൽ ഹാവ് ദോസ് ഡൗട്ട്സ് ക്ലിയർഡ് ഫോർ യു. Students, any doubts you have, you can ask. Hello, sir. Yes. Sir, now we are studying B Pharmacy. So, some of us will go to study M.Pharm. So, what are the chances for such people in Australia? Do they have any preference to study B Pharmacy graduate? Yes, that's what ഞാൻ സെഷൻ തുടങ്ങുന്ന ടൈമിൽ when I started this session, I told you this. Any international qualification, that is international qualification with regards to Australia, outside Australia നമ്മൾ എടുത്തിട്ടുള്ള any qualification, they will be giving the same value. So whether you have done your B Pharm, whether you have done your M Pharm, or whether you have completed your pharmd, to get your registration, only if you have your registration you will be allowed to work there. Okay, so no weightage or no preference given to any such cases. Okay. Right? Thank you so what much, sir. Yeah, so Tinsi, what you were asking is that your friends going to another countries for doing M-Pharm or doing M-Pharm from here itself? What were you asking specifically? Actually, I don't know more about this. I just asked. Okay, എന്ന് വെച്ചാൽ M-Pharm പുറത്തെ കൺട്രിയിൽ പഠിക്കുന്ന കാര്യമാണോ പറഞ്ഞിട്ടുള്ളത്, അതോ ഇവിടെ തന്നെ പഠിക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? No, in Australia. ഓസ്ട്രേലിയ ഇപ്പൊ M-Pharm പഠിക്കുന്നതാണ്. ഇതിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. So if you are doing an M-Pharm from Australia without getting a PR, or I say with a student resident or a student visa, നിങ്ങൾ അവിടെ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, പെർ സെമിസ്റ്റർ അല്ലെങ്കിൽ പെർ ഇയർ നമുക്ക് വരുന്ന ആവറേജ് ഫീസ് എന്ന് പറയുന്നത് 9 to 10 lakhs ആണ്, ബെയർ മിനിമം. പെർ സെമിസ്റ്റർ വരുന്ന ചാർജ്. അപ്പൊ ഒരു വർഷം 2 സെമിസ്റ്റർ ഉണ്ടെങ്കിൽ 40 ലക്ഷം രൂപയായിരിക്കും ബെയർ മിനിമം, ബെയറസ്റ്റ് മിനിമം നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. Apart from that, your living cost expenses should be taken care by yourself only, and you will be doing only a part-time job without having a registration. You won't be able to work as a pharmacist without registration there. So what is the part-time job that you're going to get? You may be serving in a restaurant, or you may be delivering foods, or you may be packing in a courier company, or you may be plucking apples in an apple farm. So these are the part-time jobs, whatever the students are doing. Okay, the pay scale is very different. Okay, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ around 40-50 lakhs rupees spend ചെയ്തിട്ട് you are going to study there, right? You might be given a communication that yes, you will be getting a job, but you are right now eligible to get a job because criteria remains the same. നിങ്ങൾ അവിടെ പോയി പഠിച്ചാലും ക്യാപ്സ് എഴുതണം. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അവിടെ. മനസ്സിലാവുന്നില്ലേ? So better choose the right pathway. കാരണം if you want to study, the doors are never closed.
Even after reaching there, even after getting your PR, even after starting working there, you can apply for higher studies. So what is going to be a difference at that time? നിങ്ങൾ അവിടെ ഒരു ലോക്കൽ ആയിരിക്കും. You are going to be a permanent resident there. So when you are a permanent resident there, the fee will be charged for a local rather than an international student. വളരെ കുറവായിരിക്കും. 50 ലക്ഷം ഒന്നും ഒരിക്കലും വരത്തില്ല. It will be a very less amount, maybe 20% or 30%, max to max 50% of the actual fee for an international student നിങ്ങൾ അടച്ചാൽ മതി. That too, നിങ്ങളുടെ സ്വന്തം എഫേർട്ട് പ്രകാരം നിങ്ങൾക്ക് അടയ്ക്കാനും പറ്റും. സ്വന്തം പോക്കറ്റിൽ നിങ്ങൾക്ക് പേ ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ? So for a PR resident in Australia, they can take their spouse. നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ you can take your spouse with you. കുട്ടികളാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി അവിടെ ഫ്രീ ആയിരിക്കും. ഹെൽത്ത് കെയർ എക്സ്പെൻസസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും, വിച്ച് മീൻസ് യു നീഡ് നോട്ട് ഹാവ് ടു ബൈ ആൻ ഇൻഷുറൻസ് ഓൾസോ. Okay. Clear, right, Insi? So doors for higher studies is never closed, but do it the right way. So getting a job first is very important, because the more the time is wasted, the more it will be loss for us. Loss എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, I want every one of you to know about opportunity cost. So I tell to all of my students this. Opportunity cost എന്ന് പറയുന്നത്, imagine with your potential and with your qualification, you have an eligibility to make 5 lakhs or maybe 3 lakhs per month. Okay. So in a year, it is coming around 36 lakhs to 40 lakhs of Indian rupees. Every 1 year that you are not working or utilizing the opportunity, you are losing 40 lakhs of rupees. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് മാസം 3 ലക്ഷം രൂപ കിട്ടാനുള്ള വകുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷം നിങ്ങൾ കഴിയുമ്പോഴും 40 ലക്ഷത്തോളം അല്ലെങ്കിൽ 36 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് നഷ്ടമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പഠിക്കാൻ പോയിട്ട് വീണ്ടും ഒരു 50 ലക്ഷം രൂപ ചെലവാക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത് വീണ്ടും. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുവാണ്, നമുക്ക് റിട്ടേൺസ് കിട്ടാനുള്ള സമയവും നമുക്ക് കൂടുതലാണ്. സോ യു ക്യാൻ ഡിസൈഡ്. നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കൊടുത്ത് 2 വർഷം പഠിച്ചിട്ട് വീണ്ടും ഈ സെയിം പ്രോസസ്സിൽ കൂടെ പോകണോ, അതോ ആദ്യമേ തന്നെ 7 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം രൂപയൊക്കെ ആവത്തുള്ളൂ. അതിൽ നിങ്ങൾ 60 to 70% ഗവൺമെന്റിന് കൊടുക്കുന്ന ഫീസാണ്. അവർ ഫീസ് ഇസ് വെരി മിനിമൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും ഒരു പ്രോസസ് ചെയ്തിട്ട് ഡയറക്ട്ലി നിങ്ങൾക്ക് ഒരു ജോലി ആവണോ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ഏർണിംഗ്. Others, please ask. I even request from Blessy, choose Blessy. I think maybe okay. Answer Philip, any age limit for writing KAPS? No answer. There is no age limit for writing KAPS. But yes, for the visa processing part, you will be given an extra 5 points if you are less than 45 years of age, right? So if you are more than 45 years of age, visa processing in the time വരുമ്പോഴത്തേക്കും there will be a point difference. Blessed doubt എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചോദിച്ചോളൂ. Sir, I would like to know if academically provides job-related assistance after qualifying KAPS exam. So, അങ്ങനത്തെ എന്തെങ്കിലും assistance academically provide ചെയ്യാറുണ്ടോ, sir? Yes. So how we have designed the training itself is that along with your training part, that is KAPS examination preparation, adinte kuda thanne you are attached with the placement assistance and also a visa processing assistance as well, without any extra charges. So we will be training you to write your resume, your cover letter, how to sit for interviews. We will be taking your mock interviews. All this will be done and dusted from here itself. That's good to know, sir. But apart from that, please don't mind another comment from me. There are many social media platforms. There will be lots of critics. Services ഒക്കെ നല്ലതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ, if some people are not receiving the desired services from your academically, അങ്ങനെ ആവുമ്പം some people are complaining that job assistance കിട്ടുന്നില്ല നല്ലതായിട്ടുള്ളത്, അങ്ങനെയൊക്കെ ചിലവർ if they are saying, then how do you handle those remarks? So based on the individual situations that needs to be handled, right? So ഇപ്പോ എനിക്കിപ്പോ നാട്ടില് ഇപ്പൊ എനിക്ക് ജോലി ചെയ്യണം. ഓക്കെ.
ഞാൻ വർക്ക് ഫ്രം ഹോം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ ജോബുകൾ കാണും. ഓക്കെ, ലിങ്ക്ഡിനിലൊക്കെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ജോബുകൾ കാണും. പക്ഷെ വർക്ക് ഫ്രം ഹോം തരുന്നവർ കുറവായിരിക്കും അവിടെ. അതേപോലെ ഞാനിപ്പോ ഇപ്പൊ മേ ബി കൊച്ചിയിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അഡമന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതും ഡൗട്ട് ആയിരിക്കും. സോ വാട്ട് ഇറ്റ് ഇസ്, ഹൗ ദിസ് job part works is that job vacancies are scattered among different states in Australia. എല്ലാ വേക്കൻസികളും സിഡ്നിയിൽ മാത്രം കാണത്തില്ല, അല്ലെങ്കിൽ മെൽബോണിൽ മാത്രം വേക്കൻസികൾ കാണത്തില്ല. അപ്പൊ ഞാൻ ആ ടൈമില് ഞാൻ മെൽബോണിലേ നിൽക്കത്തുള്ളൂ, എനിക്ക് മെൽബോണിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ, കാരണം എന്റെ ഫാമിലി ഉണ്ട് അവിടെ, എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെൽബോണിൽ തന്നെ ജോലി നോക്കിക്കൊണ്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നതിന്റെ ടൈം ടാറ്റ് എന്ന് പറയുന്ന കാര്യം കൂടും. Clear alle? So how academically deals this scenario is that even during their visa processing stage, so we look for which all are the states that have more number of vacancies in these online platforms vadi thanne, and also with the community that Dr. Akram have built and the contacts that Dr. Akram have, adinte basis il edokke states lana joli sadhyadakal ettavum koodudal ullathu ennullathu nammal nokkum. Based on that, we give them the guidance which all should be applied for their visa. So someone is following that religiously, that will be done. All right, because I believe sir, oru organization if students are looking up to some organization that is providing such kind of consultancy services, or if any they should be be trustworthy. Angane oru trust build up cheyanayittu oru enduva like they should be assured of the services, right? I will ask this question in another way. Blessy, IIT, IIM ഒക്കെ കേട്ടിട്ടുണ്ടോ? Indian Institute of Technology, Indian Obviously, Institute of Management. കിട്ടാൻ എത്ര പാടാണെന്ന് അറിയാമായിരിക്കുമല്ലോ. Yes, obviously. എന്തുകൊണ്ടാണ് അവിടെ എല്ലാവരും ജോലി നോക്കുന്നത്, അഡ്മിഷൻ എടുക്കാൻ നോക്കുന്നത്? അവർക്ക് നല്ല ജോലി കിട്ടും എന്നാണ്, അവിടെ പഠിക്കുന്നവരെല്ലാവരും വലിയ ജോബുകളിൽ ലാൻഡ് ആവും എന്നുള്ളതാണ് അല്ലെ? ഈവൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് don't guarantee a placement. They never guarantee a placement. So it is purely based on the individual level. Even I studied in a central government university, a central government college, right? Okay. They didn't guarantee us any placement. Yeah. Right? IIT entrance എഴുതി കയറിയാലും IIT പഠിക്കുന്ന എല്ലാവർക്കും അവസാനത്തെ വർഷം ഡിഗ്രി കിട്ടുന്നില്ല, അല്ലെങ്കിൽ IIM പഠിക്കുന്നവരെല്ലാവരും MBA-കാരാവുന്നില്ല. കാരണം അതിന് നമ്മൾ IIT മാനേജ്മെന്റിനെയോ ടീച്ചേഴ്സിനെയോ കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that won't be right. Because for an institute having more than 1,000 students passed out from them, right? If one or two people are complaining about that, you should really have a check on the same. If 1,000 of them are saying that no, it was not right, then that may be some truth over that. If ഒന്നോ രണ്ടോ മൂന്നോ പേര് അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ we need to check how that individual was also preparing for this examination. ഇപ്പൊ ഞാൻ ഇതിൽ എന്താ പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയ്ക്ക് റെഡി ആവാതെ നിങ്ങളെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറയത്തില്ല. ഇപ്പൊ ഞങ്ങള് സർവീസസിൽ വി ആർ നോട്ട് ഷുവർ എങ്കിൽ നമ്മൾ 4 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ട് നിർത്തും. പലയിടങ്ങളിൽ 6 മാസം ട്രെയിനിങ് തന്നിട്ട് അവർ നിർത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദേ ചാർജ് ഹെഫ്റ്റി എമൗണ്ട്സ് ഓൾസോ ഫോർ ദ സെയിം. ഓക്കെ, നമ്മള് 4 മാസം ട്രെയിനിങ് മിനിമം ക്യാപ്പ് ആണ്. ദർ ഇസ് നോ മാക്സിമം ക്യാപ്പ് ഫോർ ദ സെയിം. റൈറ്റ്? 4 മാസം നിങ്ങളുടെ ഇവാലുവേഷനിൽ ഹൗ റെഡി യു ആർ ഫോർ ദി എക്സാമിനേഷൻ വിൽ ബി ഇവാലുവേറ്റഡ്. എന്നിട്ട് യു വിൽ ബി ഗിവൺ എ 1-on-1 സെഷൻ ഓൾസോ ഫോർ ദ സെയിം. യു വിൽ ബി ഹാവിംഗ് മെന്റർ സെഷൻസ് ഓൾസോ. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള 1.5 ലക്ഷം രൂപ നഷ്ടമാവില്ല. പരീക്ഷ എഴുതി ക്ലിയർ ആയില്ലെങ്കിൽ വീണ്ടും 1.5 ലക്ഷം അടയ്ക്കണം പരീക്ഷ എഴുതാനായിട്ട്. മനസ്സിലായോ? Yes sir, yes sir. That was thank you sir. It was good to know everything. You handled all the questions really nicely, and it's good to know about all these things. Thank you. Yes. So need not have to worry about the services or the support. It's basically your dedication and determination for what you want to do. നിങ്ങളിത് ചെയ്യണം എന്ന് നിങ്ങൾ ഡെഡിക്കേഷൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ലേണിംഗ് ഡയറക്ട്ലി ഫ്രം സിഡ്നി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എറണാകുളത്ത് നല്ല ക്ലാസ്സസ് എടുക്കുന്നത് ഡയറക്ട്ലി ഫ്രം സിഡ്നി യു വിൽ ബി ഗെറ്റിംഗ് ദ ക്ലാസ്സസ് by people who have already cleared the KAPS and having the working experience. But അതിന്റെ കൂടെ തന്നെ ഡെയിലി ബേസിസിൽ നമ്മൾ 2 മണിക്കൂർ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാനോ ജോബ് കിട്ടാനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ക്ലിയർ ആയി? ലിവിംഗ് എക്സ്പെൻസ് എത്ര ഉണ്ടാവും ഓസ്ട്രേലിയയിൽ?
Sir, living expense നമ്മൾ Yeah. നോക്കിക്കഴിഞ്ഞാൽ So because I asked all these questions on behalf of students, right? Because obviously, if they are enrolled. I got that. No problem, ma'am. Hello, ma'am. Blessy, your voice got cut. Can you please check your network? Yeah, so nothing, sir. I was just asking all these questions on behalf of students so that No they have problem. No some kind of problem. trust and, yeah. No issues with that. No issues with Thank that. you. It was really nice that you asked such a question. And same, sir, ഇപ്പൊ ചോദിച്ചതുപോലെ living expenses, sir, സ്റ്റേറ്റ് വൈസ് ലിവിങ് എക്സ്പെൻസ് നമുക്ക് ഡിഫർ ആവും. ഇപ്പോ ഒരു മെട്രോ സിറ്റി അല്ലെങ്കിൽ ഹൈ എൻഡ് സിറ്റിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിവിങ് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ബട്ട് അതേസമയം നമ്മൾ അർബൻ ഏരിയ, നമ്മൾ കുറച്ചും കൂടെ മെട്രോ സിറ്റി അല്ലാത്ത പോലത്തെ സ്ഥലങ്ങളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിവിങ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, സോ ഫോർ എ സിംഗിൾ, ഒരു കല്യാണം കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ബേസിസിൽ ഒരു മാസം നമ്മളൊരു $1000 ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. സേവിങ്സിന്റെ കാര്യം അത് മേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. ഹൗസിംഗ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. Okay, so I have here with me Mr. Amin. Amin sir, can you hear me? Yeah, Shiva, I can hear you. Yeah. Yes, so sir had a concern about the living expenses, how it will be varying. So I just give a rough idea. So if you could put light on this, it will be great. It depends, sir. Like if someone is getting the visa in the regional area, sir, the living expenses will be little low in comparison to the metro cities like Sydney and all. But anyone who's like earning around 5 lakh rupees easily, he can or she can save 60% or 50% minimum based on the living standards and all. So our founder, he went there like 6 years, 7 years back, and he used to manage everything with his half of the money which he used to get as a salary. And they were there like with husband wife, both were there in the Sydney itself. Am I clear, sir? Yes, sir. Yes, sir. Thank you for the answers. Welcome, sir. And it depends, sir. Some of our students like used to get accommodation also. So it depends Yes. where you have got the job and which hospital, which retail pharmacy you are going to join. So it depends upon their rules and regulations. They may offer you the accommodation also for 3 years, 5 years, because our learners, our students used to get the accommodation and even food also for 3 years or 5 years free by the respective pharmacy and the hospital pharmacy, sir. So it depends that where you have cracked the interview and which organization and which retail pharmacy and hospital pharmacy you're going to join. So it depends, sir. Do we have to recertify again after a particular time? So recertify, if I talk about, so there is no recertification, but like same as in India, you're going to renew your license. Similarly, after getting the license there, you'll have to renew your license. That's it. And you continue working, sir. And you're going to hold the PR, so there's no restrictions and foundations to work there. Okay, fine, sir. Yes, sir. So as Mr. Amin had told, living cost and the expenses vary based on the state and also based on the company for which you are getting shortlisted for. Okay, so for recently, a student migrate either he got a job in Victoria in Australia, where the company itself sponsored him 3 years of food and accommodation. ഓക്കെ, സോ അങ്ങനെയുള്ള കേസസും നടക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇൻ ഡെപ്ത് ആയിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പറയാത്തത്, ബിക്കോസ് ഡിപ്പെൻഡിങ് ഓൺ ദി സിനാരിയോസ് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ചില കമ്പനികൾ നിങ്ങൾക്ക് അതിന് അലവൻസ് തരുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ചില കമ്പനിയിൽ ഓപ്ഷൻ കാണും നിങ്ങൾക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് അവർ ബെയർ ചെയ്യുന്ന ഒരു പ്രൊവിഷൻ അവർക്ക് കാണും. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ, right? It is a developed nation. The process and pathways that they follow is also very much different as well. Good evening, sir.
Yes, Nami, please ask. How many times a person can attend the exam if they don't qualify in the first attempt? Unlimited attempt for KAPS. Oh, നമ്മുടെ കയ്യിൽ 1.5 ലക്ഷം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറെ 1.5 ലക്ഷം രൂപ വീതം കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. okay. ഒരു പ്രാവശ്യം പരീക്ഷ എഴുതാൻ 1.3 lakhs, രണ്ടാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ വീണ്ടും 1.3 lakhs. So അങ്ങനെ you need to keep on paying. That's why I told clear it in the first attempt itself. Okay. Thank you, sir. We're glad about to. No problem, no problem. So I will be sharing with Subhash sir the feedback form for today's webinar. We would love to hear from you all who all have attended this session and was patiently listening to us all. Okay, so any doubts or concerns, you don't want to discuss over here, you can ask in the feedback form also. Feedback form sir ne njan share cheyam. Sir ഒന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത ഗ്രൂപ്പുകളിൽ തന്നെ ഒന്ന് സർക്കുലേറ്റ് ചെയ്തിട്ട് just ask them to have it filled so that we can support them also if required. Okay, we have a few more minutes, around 7 more minutes remaining. അപ്പോൾ നിങ്ങളുടെ doubts ഒക്കെ ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ we can have it cleared in a better way. Okay, so no need to worry. നിങ്ങൾക്ക് chat box use ചെയ്യാം. You can unmute yourself and ask. Okay. Anything else you can add, ask for?